ഇത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് പീപ്പിൾസ് കാർ കെയർ സെൻ്ററെ. അപ്പം ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കെന്ന് പറഞ്ഞാൽ ഒരു മാരുതി സ്വിഫ്റ്റ് ഡീസൽ വണ്ടിയാണ്. എ സിയുടെ കംപ്ലയിൻറ്റ് വർക്കാണ് കേട്ടോ. അപ്പം എ സിയുടെ ഗ്യാസും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്തു, ഓക്കെയാണ്. അത് കഴിഞ്ഞ് എ സിയുടെ ഫിൽറ്റർ ചെക്ക് ചെയ്ത് നോക്കി, അതും ഓക്കെയാണ്. അത് കഴിഞ്ഞാണ് ബ്ലോവർ അഴിച്ച് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു. ബ്ലോവർ അഴിച്ച് പുറത്തെടുത്ത് നമ്മൾ കേട്ടോ. ബ്ലോവർ ഞാനെൻ്റെ രഞ്ജിത്തേട്ടനും കൂടെ അഴിച്ചത്. ബ്ലോവർ ഫുൾ അഴിച്ച് പുറത്തെടുത്തു കേട്ടോ. പുറത്തെടുത്തിട്ട് നമ്മൾ ഫാൻ മാറ്റി എല്ലാം പീസാക്കാൻ പോവാം. ബ്ലോവറിൻ്റെ അകത്ത് കൂളിംഗ് കോയിൽ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതെടുക്കാൻ വേണ്ടി നമ്മൾ പോകുന്നത് അപ്പം അതായിരിക്കും ബ്ലോക്കെന്ന് നമുക്കറിയാമായിരുന്നു. അഴിച്ച് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് ബ്ലോക്കാണ്. അപ്പോൾ അപ്പോഴത്തന്നെ വിഷ്ണു വന്നായിരുന്നു അടുത്ത്. വിഷ്ണു വന്ന് കണ്ടിട്ട് പറഞ്ഞാൽ ഇത് എന്തുവാണെന്ന് ചോദിച്ചു. അവിടെ നമ്മൾ എടുത്തുകൊണ്ട് പോയി കാർ വാഷിൽ കൊണ്ടുപോയി ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റായിട്ട് ക്ലീൻ ചെയ്ത് തന്നു. കാർ വാഷിലെ അജയനാകുമ്പോൾ ഫുള്ള് ക്ലീൻ ചെയ്ത് തന്നേ. മൊത്തം പൊടി പിടിച്ചിരിക്കുമല്ലായിരുന്നോ, എല്ലാം കൊണ്ടുവന്നു. പിന്നെ അപ്പോഴത്തേന് ഞാൻ തിരിച്ചു കൊണ്ടുവന്നപ്പോഴത്തേന് അമൽ എൻ്റർമ്പി വന്നു. അമലും ഞാനും കൂടെ കയറ്റി എല്ലാം റീസെറ്റ് ചെയ്തു. നമ്മളിപ്പോൾ ഇവിടെ എല്ലാ വണ്ടിയുടെ എല്ലാ വർക്കുകളും ചെയ്യുന്നുണ്ട്. എ സി വർക്ക്, സസ്പെൻഷൻ വർക്ക്, എൻജിൻ വർക്ക്, പെയിൻറ്റിങ്, ഡെൻറ്റിങ്, എല്ലാ വർക്കുകളും നമ്മളിപ്പോൾ എടുത്ത് ചെയ്യുന്നുണ്ട്. ഞാൻ രഞ്ജിത്തേട്ടനും കൊണ്ട് ഇതെല്ലാം കയറ്റി പിടിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്കിങ്ങിന് വേണ്ടി ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ പ്രഷർ ടെസ്റ്റ് ഇട്ടിട്ടാണ് നമ്മൾ ഡാഷ്ബോർഡ് കയറ്റിയത്. ഡാഷ്ബോർഡൊക്കെ കയറ്റി പിടിപ്പിച്ച് അപ്പോഴത്തേന് ഞാൻ ഡാഷ്ബോർഡ് കയറ്റി പിടിപ്പിച്ചപ്പോഴത്തേന് രഞ്ജിത്തേട്ടൻ പ്രഷർ ടെസ്റ്റ് ചെക്ക് ചെയ്തു. ലീക്ക് ഒന്നുമില്ലെന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഗ്യാസും ഫില്ല് ചെയ്തു കേട്ടോ. ആ സമയമായപ്പോഴത്തേന് ഞാൻ ഉള്ളിലെ കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. ഇതിന് കൂളിംഗ് കോയിൽ അഴിക്കാനെ കൊണ്ട് ഡാഷ്ബോർഡ് ഫുള്ള് മൊത്തത്തിൽ അഴിച്ചെടുക്കണമായിരുന്നു.